ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ നെറ്റ് എക്സാമിനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ UG PG ഏരിയയിലേക്കാണെങ്കിലും റിസർച്ച് മെത്തഡോളജി എന്നുള്ള പേരിലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പേരിലൊക്കെ നിങ്ങൾക്ക് സബ്ജക്ട്സ് ഉള്ളതാണ്. സോ ആ ഏരിയയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ബേസിക്സ് മാത്രമാണ്. ഇൻട്രൊഡക്ഷനും ക്യാരക്ടറിസ്റ്റിക്സും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റിസർച്ചിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. റിസർച്ചിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഇൻ ദ നെയിം അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് റീസെർച്ച്, ദാറ്റ് ഈസ് റിസർച്ച്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് ഇൻഡെപ്തായിട്ട് അന്വേഷിച്ച് പോകുന്നതാണ് റിസർച്ച്. നമുക്ക് ബേസ് ലെവലുള്ള നോളേജിൽ നിന്നും ഇൻഡെപ്തിലേക്ക് നമ്മൾ അന്വേഷിക്കുന്നതാണ് എന്ത് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് റീസെർച്ച് ആണ്. ആൻഡ് റിസർച്ചിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ആസ്പെക്റ്റിൽ കൂടെ നമുക്കതിനെ നോക്കി കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഒന്നാമത്തെ റീസെർച്ച് ആണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ന്യൂ നോളേജ് ആണ്. ക്രിയേഷൻ ഓഫ് ന്യൂ നോളേജ്, അതായത് നമുക്ക് ഒരു പുതിയ നോളേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഏരിയയിൽ പോയിട്ട് അവിടെ ഏതാണോ അവരുടെ നീഡ് അതിനനുസരിച്ചിട്ട് വേണമല്ലോ. അപ്പം നമ്മളൊരു ഏരിയയിൽ ചെല്ലുന്നു, അവിടെ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിലാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ അവിടെ അതിൻ്റെ ഒരു ഡിമാൻഡ് അന്വേഷിക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അവിടെ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാൽ നല്ലതാവും. അവിടെ എന്ത് സംഭവിക്കുകയാണ്, ഒരു ന്യൂ നോളേജ് ഡെവലപ്പ് ചെയ്യാണ് ആ ഒരു ഏരിയനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ളൊരു ബിസിനസ് ആപ്റ്റ് ആവുമോ എന്നുള്ളൊരു ന്യൂ നോളേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ക്രിയേഷൻ ഓഫ് ന്യൂ നോളേജ്. അതർവൈസ് ഇതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയനെ പറ്റി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഡിസീസിനെ പറ്റിയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നമ്മൾ ആ ഒരു ഡിസീസിനെ പറ്റിയിട്ടൊരു പുതിയ നോളേജ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നോളേജ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തന്നെ ഓരോ ഏരിയനെ നമുക്ക് പല രീതിയിൽ റിസർച്ചിൽ നോക്കി കാണാനായിട്ട് പറ്റും. ദെൻ റിസർച്ചിൻ്റെ അടുത്ത ഒരു മീനിങ് എന്ന് പറയുന്നത് യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് നോളേജ് ഇൻ എ ക്രിയേറ്റീവ് ആൻഡ് ന്യൂ വേ. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളേജിനെ പുതിയൊരു മെത്തേഡിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത മീനിങ്. ന്യൂ ആൻഡ് ക്രിയേറ്റീവ് വേ. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ടത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് പുതിയൊരു മെഷീൻ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് അവൻ പഠിച്ച തിയറീസും എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സൊക്കെ ഉപയോഗിച്ച് ആ ഒരു തിയറീനെ എങ്ങനെ പുതിയൊരു രീതിയിൽ, അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് ആ ഒരു ഏരിയനെ സംബന്ധിച്ചുള്ള റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ജനറേറ്റ് ന്യൂ കൺസെപ്റ്റ്സ്, മെത്തഡോളജീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ റിസർച്ച് നമുക്ക് അടുത്തൊരു ഓപ്പണിംഗ് തരാൻ ന്യൂ കൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ മെത്തഡോളജീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ പുതിയ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താനായിട്ട്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ വേൾഡ് മൊത്തം എടുക്കുകയാണെങ്കിൽ COVID-19 വന്നു. ഇവിടെയൊക്കെ ഒരു പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ആവാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പുതിയ കൺസെപ്റ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർക്ക് ലൈഫ് ബാലൻസ്, ഇതൊക്കെ ഒരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വർക്ക് ലൈഫ് ബാലൻസും അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ. വർക്ക് ലൈഫ് ബാലൻസ് എക്സിസ്റ്റിംഗ് ആണെങ്കിലും അതിനൊരു റെലവൻസ് വന്നത് ഈ ഒരു COVID-19 ശേഷമാണ്. അപ്പോൾ ഈ ന്യൂ കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ളത്, ഇതെല്ലാം റിസർച്ചിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ പുതിയ മെത്തഡോളജീസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമുക്ക് പണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു, പുതിയ മെത്തഡോളജീസ് ഡെവലപ്പ് ആയി, നമുക്ക് ഫുഡ് ഡെലിവറി ഉണ്ട്, അങ്ങനെ പല ആപ്പുകൾ അതിന് വേണ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പുതിയ മെത്തഡോളജീസ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഡിഫറൻസ്. അപ്പോൾ ഇതെല്ലാത്തിനും ഡിഫറൻസ് വരുന്നതിന് റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റിസർച്ചാണ്.
പിന്നെ റിസർച്ചിൽ മെയിനായിട്ട് ഇതേപോലെ തന്നെ സിന്തസിസ് ആൻഡ് അനാലിസിസ് ഓഫ് പ്രീവിയസ് റിസർച്ച് ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു എ ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഔട്ട്കംസ്. അതായത് പ്രീവിയസ് റിസർച്ചുകളെ സിന്തസിസും അനലൈസും ചെയ്തിട്ട്, അതായത് ഐഡിയകളെല്ലാം ഒരുമിപ്പിക്കും ആൻഡ് അതിനെ സ്പ്ലിറ്റ് ഡൗൺ ചെയ്ത് ഓരോ പ്രോപ്പർ വേയിൽ അതിനെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള ആസ്പെക്റ്റ്, ഇത്തരത്തിലുള്ള മെയിനായിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് റിസർച്ച് എന്നുള്ളൊരു ഏരിയയുടെ മീനിങ് തന്നെ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ റിസർച്ച് എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ക്യാരക്ടറിസ്റ്റിക്സും സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും. ക്യാരക്ടറിസ്റ്റിക്സ്, റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ റിസർച്ച് ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിസർച്ചിൽ കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പുതിയ തിയറികളും ഓൾറെഡി ഉണ്ടായിരുന്ന തിയറിയിൽ നിന്നും അപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ എക്സ്പാൻഷൻ ഓഫ് നോളേജ് ആണ് റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് നോളേജ് ആണ്. അതായത് നമുക്കുണ്ടായിരുന്ന ഒരു നോളേജിൽ നിന്നും നമ്മൾ പറഞ്ഞു റീസെർച്ച്, ആ ഒരു ഏരിയയിൽ നിന്നും വീണ്ടും ഇൻഡെപ്തായിട്ട് പഠിക്കുന്നതാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതേപോലെ റിസർച്ചിന് ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. റിസർച്ചിനെ സംബന്ധിച്ച് റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഇറ്റ് ഈസ് എ എസെൻഷ്യൽ ടൂൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഏത് ഏരിയയിലുള്ള ഡിസിഷൻ മേക്കിംഗ് എല്ലാം ആവാം. ഒന്നെങ്കിൽ ഇൻഡസ്ട്രികളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ ഓഫ് പീപ്പിൾ, വർക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കാം. ഏതെങ്കിലും ഏരിയയിൽ ഒരു സ്പെസിഫിക് ഡിസിഷൻ മേക്കിങ്ങിന് ഈ റിസർച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് റിസർച്ച് ഷുഡ് ബി ലോജിക്കൽ ആസ് വെൽ ആസ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ലോജിക്കലുമായിരിക്കണം, ഒബ്ജക്റ്റീവുമായിരിക്കണം. അപ്പോൾ റിസർച്ച് ഇവിടെ നമുക്ക് വേറൊരു ഓപ്പണിംഗ് വരാണ്. റിസർച്ച് എന്താവരുത്? സബ്ജക്റ്റീവ് ആവരുത്. റിസർച്ച് സബ്ജക്റ്റീവ് ആവരുത് പറഞ്ഞാൽ ബയാസ്ഡ് ആവരുത്. റിസർച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, കറക്റ്റായിട്ട്. അതായത് വേറെ ഈവൻ റിസർച്ചറിന് തന്നെയോ ബയാസസ് നമ്മുടെ റിസർച്ചിൽ, നമ്മുടെ സ്റ്റഡിയിൽ ഉൾപ്പെടാനായിട്ട് പാടില്ല. അപ്പോൾ റിസർച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതേപോലെ ഇറ്റ് ഷുഡ് ബി എക്സിബിറ്റഡ് ഇൻ എ ലോജിക്കൽ വേ. അതൊരിക്കലും ഒരു നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. അത് പ്രോപ്പറായിട്ട് ലോജിക്കൽ വേയിൽ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി നമ്മൾ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിംസ് ആണ് നോക്കാൻ പോകുന്നത്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ ആദ്യം വരുന്ന പോയിന്റ് ടു ഗെയിൻ ഫെമിലിയാരിറ്റി വിത്ത് എ ഫിനോമിനൻ ഓർ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ് ഇൻ ടു ഇറ്റ്. ഇവിടെ എന്താണ് പറയുന്നത്? ഫെമിലിയാരിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫെമിലിയാരിറ്റി വിത്ത് എ ഫിനോമിനൻ. ഏതെങ്കിലും ഒരു ഫിനോമിനനെ പറ്റി ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നോർമലി ഒരു റിസർച്ച് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രളയം എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഫ്ലഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ ഫ്ലഡ് സംഭവിച്ചപ്പോൾ നാച്ചുറലി കുറേ അധികം നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കൂടാതെ എന്തൊക്കെയാണ് അതിൻ്റെ ആസ്പെക്ട്സ് വന്നിട്ടുള്ളത്, ജോലിക്കാരിൽ വന്നിട്ടുള്ള മാറ്റം എന്തൊക്കെയാണ്, കമ്പനികളിൽ വന്നിട്ടുള്ള മാറ്റം എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല പല ആസ്പെക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു സ്പെസിഫിക് ഫിനോമിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതിൻ്റെ റീസൺസ് അന്വേഷിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചു. ഇപ്പോൾ ഈ എൻവയോൺമെൻറ്റിനെ പറ്റി പഠിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രളയം സംഭവിച്ചു, എന്തൊക്കെയാണ് നാച്ചുറലായിട്ടുള്ള അതിന് വന്ന റീസൺസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള റീസൺസ് സീക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ഏരിയനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. ഇതെല്ലാം എന്താണ്, ആ ഒരു സ്പെസിഫിക് ഫിനോമിനനെ പറ്റി ഫെമിലിയാരിറ്റി കൊണ്ടുവരാൻ എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ച് ബേസിക്കലി എയിം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഫിനോമിനനെ പറ്റി ഫെമിലിയറൈസ് ചെയ്യാനാണ്. അതുപോലെ തന്നെ to
portray accurate characteristics of particular group, particular individual or group. അതായത് ഇതുപോലെ തന്നെയാണ് ഒരു ഗ്രൂപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയിട്ടോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ APJ അബ്ദുൽ കലാമിനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ ആളെ പറ്റിയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഡെവലപ്പ് ചെയ്ത് നമ്മൾ പോവാത്ത വഴികളിൽ കൂടെ സഞ്ചരിച്ചിട്ട് ഒരു ഡാറ്റ പ്രോപ്പറായിട്ടുള്ളൊരു ഡാറ്റ ആൾക്കാർക്ക് അറിയാത്തൊരു ഡാറ്റ കൊടുക്കുക എന്നുള്ളതും റിസർച്ചിൻ്റെ എയിമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രൈബ്സ് ഗ്രൂപ്പിനെ പറ്റി പഠിക്കണം. ട്രൈബ്സിനെ പറ്റി പഠിക്കുമ്പോൾ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിച്വൽസ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെയുള്ള അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ പറ്റി നോർമലി വേൾഡിൽ അറിയാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതും ഈ റിസർച്ചിൻ്റെ എയിമാണ്. ദെൻ ടു ഡിറ്റർമൈൻ ഫ്രീക്വൻസി with which something occurs. To determine frequency with which something occurs. ഓൾറെഡി സംഭവിച്ചിട്ടുള്ള കാര്യം നമ്മൾ പലതവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓൾറെഡി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി, സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അതെന്തുകൊണ്ട് സംഭവിച്ചു, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ആഫ്റ്റർ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതും റിസർച്ചിൻ്റെ ഒരു എയിം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടു ടെസ്റ്റ് എ ഹൈപ്പോത്തസിസ്. Of a causal relation between variables. ഇനി റിസർച്ചിൻ്റെ വേറൊരു ആസ്പെക്റ്റാണ് ഇവിടെ പറയുന്നത്. അതായത് ടു ടെസ്റ്റ് എ ഹൈപ്പോത്തസിസ്. നമ്മളൊരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ അതിനെ പറ്റിയൊക്കെ പറയും കേട്ടോ. അപ്പം ഈ ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്ത് അതെങ്ങനെയാണ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ അവേഴ്സ് ഓഫ് സ്റ്റഡി എങ്ങനെയാണ് ഒരു കുട്ടിയുടെ മാർക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അവേഴ്സ് ഓഫ് സ്റ്റഡി എന്നുള്ളതും മാർക്ക് എന്നുള്ളതാണ് രണ്ട് വാരിയബിൾസ്. ഈ രണ്ട് വാരിയബിൾസിനെയും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അവേഴ്സ് 10 മണിക്കൂറിലധികം പഠിക്കുന്ന കുട്ടിക്ക് 90% മാർക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിപ്പം ബേസിക് ഒരു എക്സാമ്പിളാണ്. ഇത് അവേഴ്സ് ഓഫ് വർക്ക് എങ്ങനെയാണ് ഒരു കമ്പനിയിലെ എംപ്ലോയീസിന് ഔട്ട്പുട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രോഫിറ്റുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഇങ്ങനെ പല രീതിയിലും ഈ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും ത്രൂ ഹൈപ്പോത്തസിസ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റിസർച്ചിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നോക്കുന്നത്. സോ എല്ലാവരും നന്നായി പഠിക്കുക. നല്ലൊരു ഡേ ആശംസിക്കുന്നു.